നടക്കുന്നില്ല. റേപ്പ് നടക്കുന്നില്ല. സൂപ്പർ. റേപ്പേ നടക്കുന്ന സ്ത്രീകൾക്ക് പറയാനുള്ള ധൈര്യവും ചങ്കൂറ്റവും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്ന് വന്നിട്ട് അവർ പറയുന്നത്. ഫെമിനിസ്റ്റും അല്ലെങ്കിൽ ഫെമിനിറ്റി അട്ടിപ്പേറെല്ലാം കൂടെ എടുത്ത് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അതിനെതിരെ നമ്മൾ പ്രതികരിക്കും. ദീപകിന്റെ മരണം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്കും. പക്ഷെ ആ വീഡിയോയുടെ ഒരു കൺക്ലൂഷനിലെത്താനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. കാരണം അത് കൺക്ലൂസീവ് ആയ ഒരു വീഡിയോ ആണ്. അവർക്ക് അത് സംഭവിച്ചിട്ടില്ല. ദീപകിനെ അവന് മനഃപൂർവ്വം കൊല്ലാൻ അവളുടെ മുലയിൽ തൊട്ടു എന്ന് തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ മാത്രമാണ് അവൾ പുറത്തോട്ട് വിട്ടത്. ബാക്കി 6 വീഡിയോയും അവൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ മനുഷ്യന്റെ അഭിമാനത്തിന് വിലയുണ്ട്. വർഷങ്ങളുടെ അടിച്ചമർത്തൽ ശേഷമാണ് പുരുഷനും അഭിമാനമുണ്ടെന്നുള്ള കാര്യം, പുരുഷന്റെ അഭിമാനത്തിനും വിലയുണ്ട്. സ്ത്രീക്ക് മാത്രമല്ല അഭിമാനം, പുരുഷന്റെ മുഖം എല്ലാ മനുഷ്യന്റെ അഭിമാനത്തിനും വിലയുണ്ട്. ഓർക്കണം, പുരുഷനെയും കരിവാരി തേക്കുമ്പോൾ ഒരു പുരുഷന്റെ പേരിൽ ആരോപണം വരുമ്പോൾ, സ്ത്രീപീഡനം വരുമ്പോൾ, ഈ സ്ത്രീകളൊക്കെ കരിവാരി തേക്കുമ്പോൾ സമൂഹം അവനെതിരെ നിൽക്കുന്നു. ഇതാണ് തുല്യനീതി വേണം. ഇവരൊക്കെ പിടിച്ചിട്ടാണ് ഒരു എന്താ പറയുക, ഒരു ഡിബേറ്റിന് അല്ലെങ്കിൽ ഒരു ആൺ പെൺ വാദപ്രതിവാദത്തിനൊക്കെ ഇരുത്തുന്നത്. ഈ നാട്ടിൽ നമ്മൾ നോക്കിയാൽ അപ്പോൾ സ്ത്രീകൾക്കും അഭിമാനമുണ്ട്, പുരുഷന്മാർക്കും അഭിമാനമുണ്ട്, ഇനിയിപ്പം സ്ത്രീയും പുരുഷനും അല്ലാത്ത ആളുകൾക്കും അഭിമാനമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതല്ലാണ്ട് സ്ത്രീകൾക്ക് അപമാനം വരുന്ന സമയത്ത് അത് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യണം, അത് വലിയ പ്രശ്നമാക്കി മാറ്റണം എന്നുള്ള ആ ഒരു സ്ഥിതിയാണ് മാറാൻ ഈ പറഞ്ഞ ആളുകളൊക്കെ അവിടെ പറയുന്നത്. അതിന് എഗെയിൻസ്റ്റാണ് ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകളും സംസാരിക്കുന്നത്. ഇപ്പം സ്ത്രീകൾക്കൊരു പ്രശ്നം വന്ന് നമുക്കറിയാം, നമ്മുടെ അടുത്ത് ഏതൊക്കെ സ്ത്രീകൾക്ക് ഏതൊക്കെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്ന് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നു, അതൊക്കെ കേസുകളായി, അത് ഒരുപാട് പേര് ചർച്ച ചെയ്തു, അതങ്ങനെ ഒരു വഴിക്ക് പോകുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഒരു 100 സ്ത്രീക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മളത് ഭയങ്കര പ്രശ്നം അല്ലെങ്കിൽ നമ്മളത് ഒരുപാട് ചർച്ച ചെയ്യുമ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു പുരുഷന് വന്നൊരു അബദ്ധം അല്ലെങ്കിൽ ഒരു പുരുഷന് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി സംസാരിക്കുമ്പം എന്തിനാണ് ഇവർക്ക് ഇത്ര കടി എന്നാ മനസ്സിലാവത്ത് അല്ലെങ്കിൽ ചൊറിച്ചിൽ. ഇപ്പം ദീപക്കിന് വന്ന കാര്യം കറക്റ്റാണ്, അതിൽ ആ വീഡിയോകളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഷിംജിത 7 പ്രാവശ്യമാണ് വീഡിയോ എടുത്തത്. 7 പ്രാവശ്യം എടുത്തതിൽ അവൾക്ക് ഏറ്റവും ആപ്റ്റായിട്ട് അവളുടെ മുലയിൽ തൊട്ടു എന്ന് തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ മാത്രമാണ് അവൾ പുറത്തോട്ട് വിട്ടത്. ബാക്കി 6 വീഡിയോയും അവൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ആ 6 വീഡിയോയും ഇന്നിപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 7 വീഡിയോ ചെയ്തെന്ന് ഒരു വീഡിയോ മാത്രമാണ് പുറത്തോട്ട് വിട്ടത്. അപ്പം വ്യക്തമാണ്, അവൾക്ക് തന്നെ ഒരു ഉറപ്പില്ല. എങ്ങനെ 7 പ്രാവശ്യമൊക്കെ ഒരുത്തൻ്റെ അല്ലെങ്കിൽ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ഒരാൾ ഒരു കയ്യിൽ ബാഗ് പിടിച്ച് ഒരു കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഒരാളുടെ മൂട്ടിൽ പോയി നിന്നാൽ മുലമ്മലും ബാക്കിയുള്ള പല സ്ഥലത്തും വേണേൽ തട്ടിയെന്ന് വരും. തട്ടണേന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരാൾക്ക് കേട്ടോ, തട്ടണേ എന്നൊന്നും തട്ടണേ എന്നാ വെച്ചോ എന്നും പറഞ്ഞിട്ട് വെച്ച് കൊടുത്ത് ഒരു ഫോണിൽ ഇതും മറ്റേലും പിടിച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തട്ടിപ്പോവും. അത് ബസ്സാ, ട്രെയിനും ഫ്ലൈറ്റും ഒന്നും അല്ല, ഒരേ മറ്റേ എന്താ പറയുക വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ വ്യക്തമാണ് അവിടെ ഉള്ളിലുള്ള കാര്യം. അപ്പം ആ ഒരു അവസരം വരുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഫെമിനിസ്റ്റുകളെ നിങ്ങളുടെ കുണ്ടിയിൽ ഇത്ര ചൊറിച്ചിൽ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പെണ്ണിന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ സമയം കൊണ്ട് എത്ര ചാനലുകളിൽ എത്ര സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ആളുകൾ സംസാരിക്കും, എത്ര ആൾ അയാൾക്കെതിരെ സംസാരിക്കും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനു ഡിഫെൻഡ് ചെയ്യുന്നു? അപ്പോൾ നിങ്ങളുടെ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പെണ്ണിന് എന്തെങ്കിലും സംഭവിക്കുന്നില്ല, പുരുഷൻ എങ്ങനെയെങ്കിലും കൊള്ളിക്കണം അല്ലെങ്കിൽ പുരുഷനിട്ട് താറുമാറാക്കണം എന്നുള്ളതാണ്. അതല്ലാണ്ട് ഈ നാട്ടിൽ പുരുഷനും വേണം സമത്വം, സ്ത്രീക്കും വേണം, പുരുഷനും ഉണ്ട് മര്യാദ, സ്ത്രീക്കും ഉണ്ട് മര്യാദ, ഇതൊന്നും അല്ലാത്തവർക്കും എല്ലാവർക്കും മര്യാദകളുണ്ട്. അതേ ഇവിടെ ആളുകൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇത്തരത്തിലുള്ള ബോധവും വിവരവും പൊക്കണവും ഇല്ലാത്ത സാധനങ്ങൾ അവിടെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ആ ചർച്ച മുന്നോട്ട് പോകില്ല. ബോധവും വിവരമുള്ള ആളുകളെ കൊണ്ട് ഇരുത്തി ചർച്ച ചെയ്യാൻ
ഇതിൽ മറ്റൊരു ഐറ്റം കൂടെ വന്നിരിക്കുന്നുണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്, അതോടെ കണ്ടു നോക്ക് നിങ്ങൾ. പുരുഷനും സ്ത്രീക്കും സമൂഹത്തിൽ തുല്യനീതി വേണം, അതാണ് ഞാൻ പറയുന്നത്. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെല്ലാം ഒന്നാണ്. ചേട്ടാ, വർഷങ്ങളുടെ അടിച്ചമർത്തൽ ശേഷമാണ് സ്ത്രീകളുടെ അവകാശത്തിന് നീതി വേണം. വർഷങ്ങളുടെ അടിച്ചമർത്തലിന് ശേഷമാണ് ഈ പറഞ്ഞ സ്ത്രീ അവകാശങ്ങളെ കുറിച്ച് ലെറ്റ് മീ കംപ്ലീറ്റ് പറയുന്ന പറഞ്ഞു കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു. ഇങ്ങനെ ഒരു കമ്മീഷനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നത് ആദ്യമേ ഉണ്ടായതല്ല. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വർഗത്തെ മനുഷ്യ അവകാശങ്ങളെയും ബഹുമാനിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഞങ്ങൾ. പുരുഷന്റെയും സ്ത്രീയുടെയും ബാക്കി ജെൻഡേഴ്സിന്റെ ഒക്കെ അവകാശങ്ങൾക്ക് വാല്യൂ ഉണ്ട്. ദീപകിന്റെ മരണം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്കും. പക്ഷെ ആ വീഡിയോയുടെ ഒരു കൺക്ലൂഷൻ കേട്ടോ, നിങ്ങൾ വർഷങ്ങളുടെ പ്രയത്നത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കമ്മീഷൻ ഉണ്ടായത്. കറക്റ്റാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവർ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. സ്ത്രീകൾ അടിച്ചമർത്തിയിട്ടുണ്ട്, അടിച്ചമർത്താന്നിട്ടൊന്നുമില്ല. നമ്മുടെ ചരിത്രത്തിലോട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ സ്ത്രീകൾ അടിച്ചമർത്തിയതും സ്ത്രീകൾ അടിച്ചമർത്താത്ത ചരിത്രങ്ങളും ഒരുപാടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലോട്ട് വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് സംസാരിക്കാൻ, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ കമ്മീഷനുകളും മറ്റ് സംഘടനകളും എല്ലാവരും നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ലേ? കറക്റ്റ് അല്ലേ? അപ്പം സ്ത്രീകൾക്ക് അത് കിട്ടി. സ്ത്രീകൾക്ക് അടിച്ചമർത്തുന്നതിന് മാറി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ആൾ കിട്ടി. അതിൻ്റെ അർത്ഥം പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കേണ്ടതെന്നാണോ? ഇത്രയും കാലം ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടു, സ്ത്രീകളായിട്ടുള്ള ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടു, ഇനി പുരുഷന്മാർക്കിട്ട് പണി കിട്ടട്ടെ, അതല്ലല്ലോ. നമ്മൾ സമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞത് വലിയ ബ്ലണ്ടറാണ്. അതായത് ഇത്രയും കാലം ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും പുരുഷൻ്റെ എല്ലാ കാര്യങ്ങൾക്കെതിരെ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് സഹിച്ചോളാം, കാരണം ഞങ്ങൾ കുറേ കാലം പണ്ട് സഹിച്ചതാണ്. അതല്ലല്ലോ ഇതിൻ്റെ ഉദ്ദേശം, അതല്ലല്ലോ അതിൻ്റെ ഉദ്ദേശ ശുദ്ധി. അതാണ് ഈ ഫെമിനിസ്റ്റുകളെ ചിന്താഗതി ഞാൻ പറഞ്ഞത്. അതായത് പുരുഷനെ എവിടെയെങ്കിലും എന്തെങ്കിലും പണി കൊടുക്കാൻ പറഞ്ഞാൽ കൊടുത്തേക്ക്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ റൈറ്റ് ഞങ്ങളാണോ ശരി അല്ലെങ്കിൽ പുരുഷനാണോ ശരി എന്നുള്ളതല്ല. ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടിച്ചമർത്താം, അത്രയേ ഉള്ളൂ. പണ്ട് ഞങ്ങൾ കുറേ കിട്ടിയവരായതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിച്ചമർത്തും. അതാണ് ഇതിൻ്റെ ഉദ്ദേശം, വേറെ ഒന്നുമില്ല. പകരത്തിന് പകരം പണ്ട് ഞങ്ങൾക്ക് കിട്ടി, ഇന്ന് ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്നു, അല്ലേ? അത് സിമ്പിളല്ല. അവർ പറഞ്ഞത് ചിന്തിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇനി ദീപകിൻ്റെ കാര്യം കൂടെ അവർ പറയുന്നുണ്ട്. അപ്പം മനസ്സിലാവും അവരുടെ ഉള്ളിലെ ഉദ്ദേശ ശുദ്ധി എന്താണെന്നുള്ളത്. കേൾക്ക്. പക്ഷെ ആ വീഡിയോയുടെ ഒരു കൺക്ലൂഷനിലെത്താനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. കാരണം അത് കൺക്ലൂസീവ് ആയ ഒരു വീഡിയോ ആണ്. അവർക്ക് അത് സംഭവിച്ചിട്ടില്ല. ദീപകിനെ അവന് മനഃപൂർവ്വം കൊല്ലാൻ അതിന് കൺക്ലൂഷനിലെത്താൻ എനിക്ക് നിയമവ്യവസ്ഥയിൽ നല്ല വിശ്വാസമുണ്ട്, അതിന്റെ മൊറാലിറ്റിയിലും വിശ്വാസമുണ്ട്. അതുകൊണ്ട് അതാണ് അതിൻ്റെ കൺക്ലൂഷനിലെത്താൻ അവർക്ക് പറ്റുന്നില്ല. അവർക്ക് ആ വീഡിയോ കണ്ടിട്ട് അവരിപ്പോഴും ഉറപ്പിച്ച് നിൽക്കുന്നുണ്ട്. അതിൽ ഷിംജിതക്കാണ് അവിടെ അപമാനം ഉണ്ടായിട്ടുള്ളത്, ദീപക്കിനല്ല. ദീപക്കിൻ്റെ മരണത്തിലൊക്കെ എനിക്ക് സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ കൺക്ലൂഷനിലേക്ക് ഞാൻ എത്തില്ല. അത് കൺക്ലൂസീവായിട്ടുള്ളൊരു വീഡിയോ അല്ല. അവിടെ എപ്പോഴും ചാൻസ് ഉണ്ട്. ദീപക്കാണ് അവിടെ തെറ്റ് ചെയ്തതെന്നുള്ള ചാൻസ് ഉണ്ട്. അത് നിയമം തീരുമാനിച്ചു. നിയമം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. ഇന്ന് റിമാൻഡ് റിപ്പോർട്ട് വന്നു, എല്ലാം വന്നു. എവിടെയും ദീപക്ക് അപമര്യാദയായിട്ട് പെരുമാറിയതിന് ഒരു ഇതുമില്ല. അപ്പോൾ എടുക്കുന്ന വീഡിയോ എടുത്ത് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ദീപക്ക് അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് 7 വീഡിയോ എടുത്തതിൽ ഒരു വീഡിയോ മാത്രം പോസ്റ്റ് ചെയ്ത് മുലയുടെ തട്ടി അല്ലെ മുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇതാ കണ്ടോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഇന്ന് പലർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് ഇത്രയും ദിവസം കൊടുക്കാത്ത കംപ്ലൈൻറ്റ് ഷിംജിതയുടെ ബ്രദർ ഇന്ന് വടകര പോലീസ് സ്റ്റേഷൻ, പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എൻ്റെ പെങ്ങൾക്ക് ബസ്സിൽ വെച്ച് അപമാനം ഉണ്ടായി എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഇന്ന് കൊടുത്തു. അപമാനം ഉണ്ടായി എന്ന് പറഞ്ഞ വ്യക്തി മരിച്ചു, അയാളുടെ സഞ്ചയനം എന്താണ്, ക്രിയകൾ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ആളുകൾ പോലും അതിൻ്റെ ഡിസ്കഷൻ വരെ കഴിഞ്ഞ അവസ്ഥയിൽ പോയി കേസ് കൊടുത്തു. ഇനി നിങ്ങൾ പറയാം, നിങ്ങൾക്ക് എന്താണ് കൺക്ലൂസീവായിട്ട് വേണ്ടത്? ഓക്കെ, നിങ്ങൾ പറഞ്ഞ പോലെ ഇത്രയും കാലം നിങ്ങൾ ബുദ്ധിമുട്ടി, ഇനി പുരുഷന്മാരുടെ ഒരു ചാൻസ് കിട്ടും, പുരുഷന്മാരിങ്ങനെ തീരട്ടെ ഒടുങ്ങട്ടെ എന്നാണെങ്കിൽ പിന്നെ നിങ്ങളോട് എന്ത് പറയാനാണ് പിന്നെ ഇതിൻ്റെ അപ്പുറത്തോട്ട്, അല്ലേ? ഇതിൻ്റെ അപ്പുറത്തോട്ട് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതിനു വേണ്ടി വാദിക്കാൻ വന്നിരിക്കുന്ന ആളുകൾ, നിങ്ങൾ വാദിച്ചോ. ഇപ്പം ഈ കുറേ സ്ത്രീകൾക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയുള്ള കാര്യങ്ങൾ എടുത്തു. പക്ഷേ ഈ കേസിൽ നിങ്ങൾ ഇത്തരത്തിൽ വാദിക്കുന്ന സമയത്താണ് നിങ്ങളുടെയൊക്കെ ഉള്ളിലെ യഥാർത്ഥ വൃത്തികെട്ട ചിന്താഗതി, ഫെമിനിച്ചി എന്ന ആൾക്കാർ വിളിക്കാനുള്ള ആ ചിന്താഗതിയുടെ ആ ഒരു രൂപം ഉണ്ടല്ലോ, ആ ഫെമിനിച്ചി രൂപം അത് പുറത്തോട്ട് വരുന്നത്. അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
Me Too movement fake Me Too ആവരുത്, അത്രേ ഉള്ളൂ. Fake Me Me Too Too ആവരുത്. correct ആണ്, പക്ഷേ fake Me Too ആവരുത്. Fake Me Too. തെളിവുകളോ അടിസ്ഥാനമോ ഇല്ലാതെ വരുമ്പോ ഉദാഹരണം പറയാം. ജിതേന്ദ്ര എന്ന് പറയുന്ന താരത്തിനെതിരെ 48 വർഷം മുമ്പ് ഇയാൾ എന്നെ Me Too ചെയ്തു എന്ന് പറഞ്ഞൊരു സ്ത്രീ പോയി. അവസാനം ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി പറഞ്ഞു എങ്ങനെയാണ് ഇത് തെളിയിക്കാനോ തെളിയിക്കാതിരിക്കാനോ സാധിക്കുക, അതുകൊണ്ട് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. 48 വർഷം മുമ്പ് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ തെളിയിക്കാനോ തെളിയിക്കാതിരിക്കാനോ കഴിയില്ല. അവിടെയാണ് ഇതിനൊരു ടൈം ലൈൻ വേണം, റീസണബിലിറ്റി വേണം. പറഞ്ഞോളൂ, പക്ഷേ തിരിച്ച് കോൺസിക്വൻസ് അത് നിങ്ങളുടെ ബോധമില്ലായ്മയാണ്. മാഡം തിരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണം? ജീവിതകാലം മുഴുവൻ റേപ്പിസ്റ്റ് എന്ന ടാഗ് വെച്ച് ജീവിക്കണം? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്ത തെറ്റാണെന്ന് ആര് പറഞ്ഞു മാഡം? വെറും ആരോപണമാണെങ്കിലോ രാഹുൽ ഈശ്വർ എനിക്ക് അഡ്രസ് ചെയ്യാനുള്ള ഒരു കാര്യം, 5 വയസ്സിലുണ്ടായ ഒരു അബ്യൂസ്, 5 വയസ്സിലുണ്ടായ ഒരു അബ്യൂസ് ഞാൻ എൻ്റെ പേഴ്സണൽ സ്പേസിൽ ഒരുപാട് പ്രാവശ്യം ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊന്നും അഡ്രസ് ചെയ്യാനായിട്ട് വന്നതുമല്ല ഇവിടെ. ബട്ട് 5 വയസ്സുള്ള ഒരു അബ്യൂസ് ഞാൻ ഇതേപോലെ ഒരു സോഷ്യൽ സ്പേസിൽ വർഷങ്ങൾക്ക് ശേഷം അഡ്രസ്സ് ചെയ്യുകയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് 16 വയസ്സായി കാണും. ഞാൻ ഈ പറയുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളെയൊക്കെ കണ്ട് യൂറോപ്പിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്ന സമയത്താണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടായി, എനിക്ക് അറിയില്ലായിരുന്നു ഇത് അബ്യൂസ് ആണെന്ന്. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സ്പേസുകളിൽ നിന്നാണ് ഉണ്ടായത്, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അവരെന്നോട് ആവശ്യപ്പെട്ടത് ഇതിനെന്തെങ്കിലും പ്രൂഫ് വേണം. അപ്പൊ ഞാൻ എന്ത് പ്രൂഫ് ഉണ്ടാക്കാൻ പോവാണ്? 5 വയസ്സിൽ എനിക്ക് ഉണ്ടായ ഞാനൊരു കൺക്ലൂഷനിലേക്ക് എത്തിയില്ല. ഞാൻ നിങ്ങളോട് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ചിലപ്പോൾ 1000-കണക്കിന് ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഈ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുണ്ടാവുന്നത് ഈ മൊത്തം ആൾക്കാരെ നിങ്ങൾ ഡിനേ ചെയ്യാണ്. അത് നിങ്ങൾ നിശബ്ദരാക്കുകയാണ് ചെയ്യുന്നത്. സത്യമാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സ്ഥിരിച്ചുണ്ട്, ഇത് ആണുങ്ങൾക്കും സംഭവിക്കുന്നുണ്ട്. ഇതേപോലത്തെ പ്രശ്നങ്ങൾ ആണുങ്ങൾക്കും സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഒരു അനന്തു തൂങ്ങി മരിച്ചിട്ടുള്ള ഒരു ഇത് കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും. അതിൽ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി നിങ്ങൾ അനന്തു പറയുന്നത് 5ാമത്തെ വയസ്സ് മുതൽ അനന്തുവിന് ഇതേപോലെ പ്രശ്നങ്ങളുണ്ട്. അനന്തുവിന് അത് പറയാൻ പറ്റിയത് എപ്പോഴാണ്? അനന്തുവിന് 24 വയസ്സായ സമയത്ത്. ട്രിവാൻഡ്രത്തിലെ രാഷ്ട്രീയം നമ്മൾ അതൊന്നും ഇതിലോട്ട് എടുത്തിടുന്നില്ല, ഒരു പാർട്ടിയുടെ ഒരു കാര്യം എടുക്കുന്നില്ല, പറയാൻ പറ്റിയതെന്നാണ്. അപ്പം അത് സ്ത്രീകളിലും ഉണ്ടാകുന്നുണ്ട്, പുരുഷന്മാരിലും ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് പോലീസ് ചോദിക്കുന്നത് ഇത് തന്നെ ആയിരിക്കും, എന്താണ് നിങ്ങളുടെ തെളിവെന്താ? തെളിവില്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതിന് തെളിവില്ല. അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും നിയമത്തിന് മുമ്പിൽ കറക്റ്റാ, സെയിമാ. അത് പെണ്ണാണെങ്കിൽ തെളിവ് വേണ്ട, പെണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവ് വേണ്ട, അങ്ങോട്ട് തൂക്കി അല്ലെങ്കിൽ അവനെ തൂക്കിയേക്കാം. ആണാണെങ്കിൽ തെളിവ് വേണം, അങ്ങനെയല്ല, 2 കൂട്ടർക്കും തെളിവ് വേണം. അപ്പം ഇതാണ് ഇപ്പം ഇതിൽ സ്ത്രീകൾക്ക് മുൻഗണന ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഇപ്പം സ്ത്രീകൾ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ പെട്ടെന്ന് നടന്നൊരു കാര്യത്തിന് സ്ത്രീകൾക്ക് അപ്പം തന്നെ മറ്റേ പോക്സോയിലോട്ട് കേസ് പോവുക ചെയ്യുന്നത്. പക്ഷെ ആണ് പോയി കംപ്ലൈൻറ്റ് എടുത്താൽ ആ കേസ് അവിടെ വരുന്നില്ല പെട്ടെന്ന്. ഇതേപോലെ കേസ് വരില്ല, സ്ത്രീ എടുത്താൽ ആ കേസ്. അവിടെയാണ് ഈ അസമത്വം ഉണ്ട്. ഈ മറ്റേ പുരുഷ കമ്മീഷൻ വേണം, അത് വേണം, ഇത് വേണം എന്ന് പറയുന്നത്. എല്ലാവർക്കും നിയമം ഒരുപോലെ തന്നെ, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും. അതാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ വാദിക്കുന്നുള്ളൂ. ഈ കേസിൽ അത്രയേ ഉള്ളൂ. ഇങ്ങനെ ചിന്തിച്ച് മാറേണ്ട കാര്യം മാത്രമാണ്. ഇതിൽ ഒരുപാട് നമ്മൾ അല്ലാത്ത രീതിയിൽ എന്തിനാണ് ഫൈറ്റ് കൂടുന്നത്? അത് നമ്മുടെ ഫെമിനിസം പുറത്ത് കാണിക്കാനുള്ള ചാൻസ് അത് കിട്ടുമ്പം നമ്മൾ പുറത്തോട്ട് വന്ന് പറയും. അതല്ലേ ഇവിടെ നടക്കുന്നത്, അതല്ലാത്ത വേറെ ഒന്നും നടക്കുന്നില്ലല്ലോ ഇവിടെ. റേപ്പിസ്റ്റിന്റെ ചാപ്പ കിട്ടിയിട്ടും ഇവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ? എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങാൻ പുരുഷനും തുല്യമാണെന്നുള്ള വാദം നടത്തിയിട്ട് എവിടെയാണ് റേപ്പ് വരുന്നത്? അയ്യോ, ഇവിടെ റേപ്പ് നടക്കുന്നില്ല. റേപ്പ് നടക്കുന്നില്ല. സൂപ്പർ. ഇവിടെ റേപ്പേ നടക്കുന്നില്ല. അടിപൊളിയാണ്. എങ്ങനെ സ്ത്രീയും പുരുഷനും അടിപൊളി പറഞ്ഞത് കൺസെന്റോട് കൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്നു. ഈ 2 ബോധമില്ലാത്ത 2 വല്ലതും വലിച്ചു വന്ന് അവിടെ വന്നിരിക്കുന്ന ആളുകളോടാണോ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നത്? ഇവിടുത്തെ ഈ ഒരു സംവാദം എന്ന് പറയുന്നത് ഇവിടെ പെണ്ണുങ്ങൾ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ആണുങ്ങൾ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നല്ല. ഇവിടെ നടക്കുന്ന ഒരു എന്താ പറയുക ഒരു ഡിസ്കഷൻ. അവിടെ സ്ത്രീ സമത്വത്തിനെ പറ്റിയിട്ടും അതല്ലെങ്കിൽ സ്ത്രീ പുരുഷ സമത്വത്തിനെ പറ്റിയിട്ടുമാണ് ഈ ചർച്ച തന്നെ തുടങ്ങിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇടയിലോട്ട് ഇവിടെ റേപ്പ് നടക്കുന്നില്ലേ, അപ്പോൾ പിന്നെ ദീപക്ക് മരിച്ചതിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവിടെ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നില്ല, അപ്പോൾ ഇതുപോലത്തെ 1-2 കേസൊന്നും കുഴപ്പമില്ല. ആ രീതിയിലോട്ട് എന്തിനാണ് ഈ വാദത്തിനെ കൊണ്ട് വളച്ചൊടിക്കുന്നത് നിങ്ങൾ? അപ്പം നിങ്ങളുടെ മനസ്സിലെ കാര്യം അതല്ലേ, നിങ്ങൾക്ക് പുരുഷ വിരോധമാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് ഇവിടെ സ്ത്രീയുടെ എന്താ പറയുക സ്ത്രീകരണത്തിന് വേണ്ടിയിട്ടുള്ള ചിന്തകളൊന്നുമില്ല. പുരുഷ വിരോധം അത് പറഞ്ഞുകൊണ്ടിരിക്കണം. അതിൻ്റെ അപ്പുറത്തോട്ട് ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ ഷിംജിത ചെയ്തത് 100% ചെറ്റത്തരമാണ്, അല്ലെങ്കിൽ അപ്പറഞ്ഞ പരിപാടിയാണ്.
അതിനെതിരെ സംസാരിക്കുമ്പം അല്ലെങ്കിൽ അതിനെ ആസ്പദമാക്കിയിട്ടൊരു ഡിബേറ്റ് വരുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സ്ത്രീ പുരുഷ സമത്വത്തിനെ പറ്റി സംസാരിക്കാൻ. അല്ലെങ്കിൽ അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല, കറക്റ്റാണ് എന്നും പറഞ്ഞിട്ട് മൊത്തത്തിലുള്ള ഈ എന്താ പറയുക ഫെമിനിസ്റ്റും അല്ലെങ്കിൽ ഫെമിനിച്ചി അട്ടിപ്പേറെല്ലാം കൂടെ എടുത്ത് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അതിനെതിരെ നമ്മൾ പ്രതികരിക്കും. അല്ലെങ്കിൽ ഇതിനെ പ്രതികരിക്കാൻ പറ്റുന്ന ആളുകൾ ഓട്ടോമാറ്റിക്കലി പ്രതികരിക്കും. അതാണ് ഇവിടുത്തെ ബേസിക്, അതാണ് ഇതിൻ്റെ ചിന്ത. അല്ലെങ്കിൽ അപ്പുറത്തോട്ടും നമ്മൾ ഒരുപാട് വേറെ ചിന്തിക്കേണ്ട കാര്യമില്ല, അത്രേ ഇവിടെ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഇവർക്ക് വേണ്ടി മെഴുകുന്ന, ഇവർക്ക് വേണ്ടിയിട്ട് അപ്പിയിട്ട് അതിൽ കിടന്ന് മെഴുകുന്ന സകല ഫെമിനിച്ചി കൂട്ടങ്ങളും അതിങ്ങനെ തന്നെ പറയണം, ഫെമിനിച്ചി കൂട്ടങ്ങളും വെറും തിട്ടങ്ങളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇപ്പോഴും അതിനെ അതിന് വേണ്ടി വാദിക്കുന്ന അല്ലെങ്കിൽ ഷിംജിതക്ക് വേണ്ടി വാദിക്കുന്ന സകല എണ്ണും ഇതേ ചിന്താഗതിയുള്ളവരായിരിക്കും. ഇവരെങ്ങാനും ബസ്സിലോ റോട്ടിലോ വഴിയിലോ കണ്ട് നടന്ന പുരുഷന്മാരെ മാറി അങ്ങോട്ട് നിന്നോളൂ, അടുത്തോട്ട് പോലും പോണ്ട. നിങ്ങളുടെ കാറ്റ് പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ കാറ്റ് കൊണ്ടിട്ട് എൻ്റെ സാധനം ഇളകിയെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കാറ്റ് കൊണ്ട് എനിക്ക് ഗർഭം ഉണ്ടായെന്ന് വരെ പറഞ്ഞ ടീം. അതുകൊണ്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരെ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട. ഇല വന്ന് മുള്ളു പോയാലും മുള്ളു വന്ന ഇലയിൽ വീണാലും മുള്ളിൻ്റെ മുന്നോടിയുന്ന കാലമാണ്. ഇല സ്ട്രോങ് ആയിട്ട് അവിടുന്ന് തിരിച്ചു വരികയും ചെയ്യും. ഇല മൊത്തം അത് തന്നെ.